guys, welcome back to Aina's Orbit. So, ഇന്നൊരു സൺഡേ ആണ് ആൻഡ് നമുക്കതിനെ ഒരു വെറും സൺഡേ ആക്കണ്ട. ലെറ്റ്സ് മേക്ക് ഇറ്റ് റീസെറ്റ് സൺഡേ. ബിക്കോസ് കുറേ ദിവസം ഞാൻ ലീവ് എടുത്തായിരുന്നു ആൻഡ് അതിൻ്റെ നോട്ട്സ് ഉണ്ട്, അതിൻ്റെ പഠിക്കാനുണ്ട്. ആൻഡ് യുനോ ആ ടൈമിൽ ടീച്ചേഴ്സ് എല്ലാവരും ചാപ്റ്റേഴ്സും വേഗം വേഗം തീർത്തു കേട്ടോ. അപ്പം അതെല്ലാം പഠിക്കാനുണ്ട്. പിന്നെ കുറേ പണികൾ പെൻഡിങ് ഉണ്ട്. സോ ഇന്നത്തെ സൺഡേ നമുക്ക് മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കണം. സോ ബേസിക്കലി ഇറ്റ്സ് എ റീസെറ്റ് സൺഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ, സോ ഞാൻ രാവിലെ എണീറ്റപ്പം മുതൽ വീഡിയോ എടുക്കണമെന്ന് ഇരുന്ന കേട്ടോ. ഞാൻ രാവിലെ എണീറ്റപ്പം മുതൽ വീഡിയോ എടുക്കണം എന്ന്, പക്ഷേ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം, ദാറ്റ് മീൻസ് ലൈക്ക് എൻ്റെ ഫോണിലെ ചാർജ് ലൈക്ക് 6% ഉള്ളേ ഉണ്ടായിരുന്നു. ആൻഡ് വീട്ടിലെ ഉണ്ടായിരുന്ന 2 CP ചാർജറും വർക്കാവുന്നില്ല, ഒറ്റയടിക്ക് പൊട്ടിപ്പോയി. സോ അതുകൊണ്ട് ഉള്ള ഒരു ചാർജർ വച്ചിട്ട് വരുമ്പോഴത്തേക്കും ലൈക്ക് കുറച്ച് ചാർജേ ഉള്ളൂ. ഇപ്പം കുറച്ച് ചാർജേ ഉള്ളൂ. അപ്പോൾ ആ ചാർജിലാണ് ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കുറച്ച് ചാർജ് കയറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്ത് ഇടാം. ഓക്കെ, സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാൻ കാരണം കുറേ പണികളുണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഗൈസ്, മൈ മോം ബോട്ട് ദ ചാർജർ. സോ ഷീ ബോട്ട് ദ ചാർജർ. കമ്പനി നോക്കി വാങ്ങിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല, ബട്ട് ഒരു ഫാസ്റ്റ് ചാർജറാണ് വാങ്ങിച്ചിട്ടുള്ളത്. ശരിക്കും ഫാസ്റ്റ് ചാർജിങ് ആയിരുന്നു കേട്ടോ. എൻ്റെ ഫോൺ ലൈക്ക് 25% ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരു 40% ആയി കിട്ടി. ഒരു 10-15 മിനിറ്റ്സോ അതിന് മുമ്പ് ഞാൻ ടൈം നോക്കിയില്ല. പക്ഷേ ആ ടൈമിൽ എനിക്ക് ചാർജ് ആയി കിട്ടി. ആ ടൈമിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുത്തിയിടും. ഓക്കെ, സോ കമ്പനി പ്രൊമോഷനൊന്നുമല്ല, ഒരു റാൻഡം ചാർജർ. ഓക്കെ, സോ ഞാൻ എൻ്റെ ഹിന്ദിയുടെ നോട്ട്സ് നാളെ സബ്മിറ്റ് ചെയ്യണം. കുറേ എഴുതാനുണ്ട് ഹിന്ദിയുടെ നോട്ട്സ്. കുറേ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ എല്ലാ നോട്ട്സ് നാളെ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് കുറച്ച് കൺസെഷൻ കിട്ടിയത്, ഞാൻ ലീവൊക്കെ എടുത്തുകൊണ്ട് മാം പറഞ്ഞു നീ മൺഡേ തന്നാൽ കുറച്ച് എഴുതിയിട്ട് ഇപ്പോഴും ഒരു 5-6 ചാപ്റ്റേഴ്സോ അഞ്ചാറല്ല അതിന് കൂടുതൽ ചാപ്റ്റേഴ്സ് തന്നെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ 2-3 ക്വസ്റ്റ്യനൊക്കെ സ്കിപ്പ് ചെയ്ത് അങ്ങനെ കേട്ടോ എഴുതുന്നത്. എന്നാലും തീരുന്നില്ല, ലൈക്ക് സോ മച്ച്. അത് കഴിഞ്ഞിട്ട് പഠിക്കാനുണ്ട് ഈ എല്ലാ സബ്ജക്റ്റിൻ്റെയും. ലാംഗ്വേജ് നിങ്ങൾ പോട്ടെ നിൽക്കുക, എന്നാലും PC MB 4 സബ്ജക്റ്റിൻ്റെയും 2 ചാപ്റ്റർ വെച്ച് അല്ലെങ്കിൽ 3 ചാപ്റ്ററൊക്കെ ഉണ്ട്. അതും പഠിക്കണം. സോ മെനി തിങ്സ്. നോ ടൈം ടു വേസ്റ്റ്. വേഗം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. സൺഡേ ഒരു വീഡിയോ ഇടണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ അതിൻ്റെ എഡിറ്റിംഗ് ഒന്നും കഴിയാത്തതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് എന്നിട്ടിരുന്ന് എഴുതാമെന്ന് വിചാരിച്ചു. അപ്പം എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. സോ ബേസിക്കലി എൻ്റെ എഴുതി കഴിഞ്ഞിട്ടില്ല, കുറേ എഴുതാൻ ഇനിയും ബാക്കിയുണ്ട്. എങ്ങനെ എഴുതിയിട്ടും അത് ഫിനിഷ് ആവുന്നില്ല. ഐ ഡോണ്ട് നോ വൈ. ബട്ട് ഇപ്പം എന്ത് ചെയ്യാനാ, എഡിറ്റ് ചെയ്തിപ്പോഴാണ് കഴിഞ്ഞാൽ ലൈക്ക് ഇറ്റ് ടുക്ക് ഫോർ മീ ലൈക്ക് ഹാഫ് ആൻ അവർ സംതിങ്. ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇതെങ്ങനെയാലും ഇപ്പോൾ ഇന്ന് ഫിനിഷ് ചെയ്തേ പറ്റും. സോ ലെറ്റ്സ് സീ. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഐ റോട്ട് ലിറ്റിൽ. ഓക്കെ, so after that now I'm going to bath. So today bath might also take long because I have to do the hair wash basically. So that's why, and I have called my mama for help because I don't know why, if I do hair wash myself my pain sometimes increases. So with no risk I'm calling my mom to help me out. So let's see. After that I'll come. I had thought of studying and all today, you know, nothing worked out. So today so first priority is to finish this notes, then only we'll be studying. Tomorrow if any teacher asks me questions I'll not know the answer. I will have to stand, I will have to write the imposition and do all that. But you know, it's okay. We have to finish this first. So I'll go bath and come, then we'll write. അപ്പോൾ ഗൈസ് കുളിയൊക്കെ കഴിഞ്ഞു. സോ ഇനി 1 സ്ട്രെച്ചിൽ നമുക്ക് എഴുതാനായിരിക്കും. 1 സ്ട്രെച്ചിൽ ഇരുന്നാലും എത്തിയില്ല, ബിക്കോസ് ഇറ്റ്സ് സോ മച്ച് യുനോ. സോ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യണ്ട. ലെറ്റ്സ് ഗോ റൈറ്റ്. ഓക്കെ,
എൻ്റെ സ്നേഹമുള്ള മമ്മി എനിക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കി തന്നു. പക്ഷേ അത് ആസ്വദിച്ച് തിന്നാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതിക്കൊണ്ട് തിന്നാൻ തീരുമാനിച്ചു. പക്ഷേ കാരണം എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ. So guys, I was writing for like 3 hours, I guess, no? Yeah. Then now I just came out for a small walk here itself, in my outside my home. I don't know what we call this. We came so that I stretch a little and then not take too much burden of sitting for a long time and then having back pain. So I thought of walking for some time. After this, I think we'll have food probably and then we'll just write, okay? So because I'm tired and only 5 chapters or 4 chapters are left. So I hope that's enough. Okay? So yeah. Okay. Done with my dinner, okay? So now we have how many 5 chapters left. So I guess if we sit little late night and all, we can finish it. Now it is 10, okay? So we can finish it. But I'm sad that today we couldn't study anything or do anything else. I couldn't do anything else. I was not studying, right? I was writing this notes only. So my one day is wasted anyways. So let's see. I don't know how I'll get on to track. Let's see. എഴുതാൻ തുടങ്ങിയപ്പോഴാണ് മമ്മി പറഞ്ഞത് എൻ്റെ ബ്രദറിൻ്റെ സ്കൂളിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്, അത് ചെയ്യാൻ വന്ന് ഹെൽപ്പ് ചെയ്യാൻ. പറ അതിനകത്ത് ഉമ്മയുടെ മോള് മഹാ ഉഴപ്പിയാണ്, അതാണ് ഇതാണെന്നൊക്കെ. ഞാൻ ഫുള്ള് മടക്കി നോക്കട്ടെ ഞാൻ. ഗൈസ്, എൻ്റെ മമ്മി ഈ ഗം ബോട്ടിൽ ഞങ്ങളെ ചതിച്ചു. ഇത് തുറയുന്നില്ല, അതുകൊണ്ട് കൈമാറ്റിക്കോനെ. അതുകൊണ്ട് ഞങ്ങളുടെ മമ്മി പഴയ കാലത്തൊരു ഐഡിയയുമായി വന്നിരിക്കുന്നു. ചോറ് തേച്ചിട്ട് ഉണ്ടാക്കാനുള്ള വർക്കാവോ നമുക്ക് നോക്കാം ഗൈസ്. ഇതെന്താ പ്രശ്നം? അപ്പോൾ ഗൈസ്, ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. കണ്ടില്ലേ, അടിപൊളിയല്ലേ? ഇപ്പം നമുക്ക് പോയി ബാക്കി എഴുതാം. സോ ഇന്നെൻ്റെ ഫോൺ എനിക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി രാവിലെ മറ്റേ ഫുൾ ചാർജറേ കേടായിപ്പോയി. സോ അതുകൊണ്ട് തുടങ്ങാൻ പറ്റിയില്ല. ഇപ്പം എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഓൾമോസ്റ്റ് ഫുള്ളായി. ഞാൻ 2 പ്രാവശ്യമായി ഡിലീറ്റ് ചെയ്താണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഇത് ലോങ് വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ക്യാമറ. എനിക്കാണെങ്കിൽ ഇപ്പോഴും 4 ചാപ്റ്റർ ബാക്കിയുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് മുടിയൊക്കെ ചെയ്ത് കൈൻഡ് ഓഫ് ബെഡിൽ പോകാൻ റെഡിയാവാം. ദെൻ പെട്ടെന്ന് എഴുതി കഴിഞ്ഞിട്ട് കിടക്കാമല്ലോ. സോ എനിക്ക് തോന്നുന്നു ഇതൊരു 1 മണി വരെയൊക്കെ പോകുമായിരിക്കും. ഇപ്പോൾ സമയം എന്തായി? 11:30 12 മണിയാവാറ്. സോ വേഗം എഴുതി തീർത്തിട്ട് ലെറ്റ്സ് സ്ലീപ്പ്. നാളെ സ്കൂളിലും പോകാനുണ്ട്, കോളേജിലും പോകാനുണ്ട്. കോളേജിലും പോയിട്ട് ലേറ്റാണ്. രാവിലെ എണീറ്റ് ബസ് പോകണ്ടേ. ലേറ്റായ ആങ്കിൾ എന്നെ വഴക്ക് പറയും. ഞാൻ പതിവ് പോലെ നേരത്തെ എണീക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് നേരത്തെ എണീക്കുന്നുള്ള ഒരു പ്രതീക്ഷ ഞാൻ വച്ചിട്ടില്ല. സോ ലെറ്റ്സ് പെട്ടെന്ന് മുടി ചെയ്തിട്ട് ലെറ്റ്സ് ഗോ ഫിനിഷ് റൈറ്റിംഗ്. ബാഗ് വെക്കിയിട്ട് കിടന്നുറങ്ങാം. ഓക്കെ. എപ്പോഴും മുടി കെട്ടിയിട്ടാണ് കേട്ടോ കിടക്കാറ്. കാരണം അങ്ങനെ എൻ്റെ മമ്മി എന്നോട് അങ്ങനെയാണ് പറയാറ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കിടന്നുറങ്ങാറ്.
പിന്നെ എനിക്ക് ഇൻ്റർവ്യൂസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ഇൻ്റർവ്യൂസൊക്കെ കാണാറുണ്ട്. ഇപ്പോഴും ഞാൻ ഒരു ചാനലിൽ പുതിയ ഇൻ്റർവ്യൂ വന്നായിരുന്നു, അപ്പം ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 4 ചാപ്റ്റർ എഴുതണമല്ലോ എന്നുള്ളൊരു വൈക്ലഭ്യം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ പറ്റും. 1 മണിയായിട്ടോ, 1 o'clock ആയി. സോ എൻ്റെ 2 ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട്. സോ 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 6 ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. സോ 6 ക്വസ്റ്റ്യൻസ് നാളെ ഞാൻ സ്കൂളിൽ പോയിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എഴുതുമോ, അല്ലെങ്കിൽ ഞാൻ മാമിനോട് കുറച്ച് ടൈം ചോദിച്ച് എഴുതുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. കാരണം എൻ്റെ കൈയുടെ ഫുൾ പാർട്ട് വേദന എടുക്കാൻ തുടങ്ങി. ആൻഡ് ഇഫ് ഐ ഫോഴ്സ് മൈ സെൽഫ് പിന്നെ നാളെ സ്കൂളിൽ പോകാൻ പറ്റുമോ ഇല്ല എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ലെറ്റ്സ് ഗിവ് ഇനഫ് റെസ്റ്റ് ടു ദി ബോഡി. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ കാലും കൈയും വേദന എടുക്കുന്നുണ്ട്. സോ നമുക്കൊരു ചെറിയ ഓയിൽ മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. ഓക്കെ. ഞാൻ കുടിച്ച ബോട്ടിലാണ്, അത് ഇതുവരെ ഞാൻ തിരിച്ചു വെച്ചിട്ടില്ല. ഞാൻ മോസ്റ്റ്ലി എൻ്റെ ബുക്സൊക്കെ രാത്രി തന്നെ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ കിടക്കാറ്. കാരണം ഞാൻ ഒട്ടും നേരത്തെ എണീക്കാത്തൊരാളാണ്. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരത്തെ എണീക്കാൻ. അതുകൊണ്ട് ലേറ്റ് ആവാതിരിക്കാൻ ഞാൻ ചെയ്യുന്നൊരു പണിയാണത്. രാത്രി 1 മണി ആയതുകൊണ്ട് തന്നെ ആ വീഴ്ചയ്ക്ക് നല്ല ഒച്ച ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരും എണീറ്റ് വന്നില്ല എന്നുള്ളൊരാശ്വാസത്തിൽ ഞാൻ ബാക്കപ്പ് ചെയ്തു. അപ്പം ഞാൻ കാലൊക്കെ കഴുകി വന്നിട്ടോ. സോ ഇനി നമുക്ക് എണ്ണ തേക്കണം, എന്നിട്ട് തടവണം, കുറച്ച് ലൈറ്റ് മസാജ്. ആൻഡ് ദെൻ നമുക്ക് ഉറങ്ങാം. ഓക്കെ. സോ അതിൻ്റെ കൂടെ ഞാനൊരു 10 മിനിറ്റ് ഞാൻ തടവു. 10 മിനിറ്റ് ഞാൻ ഒരു സിമ്പിൾ ഷോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കണ്ടിട്ട് ഉറങ്ങാം. ഓക്കെ. അപ്പോൾ നിങ്ങളത് ടൈം ലാപ്സ് കണ്ടോ, അല്ലെങ്കിൽ അത് ലോങ് ആയി പോവായിരിക്കും. ഓക്കെ. ഞാൻ യൂസ് ചെയ്യാറ് ഗായത്രി മേനി എന്ന് പറഞ്ഞൊരു ഓയിലാണ് കേട്ടോ. ഇതുപോലത്തെ ഓയിൽ മസാജസും പിന്നെ ഹീറ്റ് ബാഗും ഒരു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് വരെ എൻ്റെ ബോഡിയെ റിലാക്സ് ആക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് കാരണങ്ങളും മരുന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ വേദനയിൽ ഇതൊക്കെയാണ് ഒരു ആശ്വാസം തരുന്ന എലമെൻറ്റ്സ്. പിന്നെ ഇന്ന് കുറേ എഴുതിയോണ്ടാണോ എന്നറിയില്ല, അതോ കുറേ നേരം കുളിച്ചുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ ഷോൾഡർ അവിടെ കുറച്ച് സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നു. അത് റിലാക്സ് ആക്കാൻ ഞാൻ കുറച്ച് സ്ട്രെച്ചസ് ഒക്കെ ചെയ്തു. കാരണം കോളേജിൽ പോകാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ കാലൊക്കെ തിരുമ്മി കേട്ടോ. അപ്പം ഞാൻ കിടക്കാൻ പോവാണ്. ഞാൻ സ്റ്റാർട്ടിങ് ഇൻട്രോയിൽ പറഞ്ഞ പോലെ കുറേ പണികൾ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പഠിക്കണം എന്നൊക്കെ വിചാരിച്ചു വന്നതാണ്. പക്ഷേ എന്തൊക്കെയോ കൊണ്ട് നോട്ട്സും 2 ചാപ്റ്റർ ബാക്കിയുണ്ട്. അത് പിന്നെ കുഴപ്പമില്ലെന്നൊക്കെ, കാരണം അത്ര 6-7 ക്വസ്റ്റ്യൻസ് മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ എന്നാലും ബാക്കി ഒരു പണിയും നടന്നില്ല. ബാക്കിയുള്ള നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതും നടന്നില്ല. ഒന്നും അങ്ങനെ ഓക്കെ ആയില്ല. പിന്നെ എഴുതിയോണ്ടോ അല്ലെങ്കിൽ എന്താ മുടി കഴുകിയോണ്ടോ എന്തോന്നറിയില്ല, എൻ്റെ ഷോൾഡേഴ്സിൽ ഭയങ്കര ഒരു സ്റ്റിഫ്നെസ്സൊക്കെ പോലെ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്ട്രെച്ചൊക്കെ ചെയ്ത് നോക്കിയത്. അപ്പം എൻ്റെ ഫെയിൽഡ് റീസെറ്റ് സൺഡേ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. റീസെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പക്ഷേ നടന്നില്ല. So it's a failed reset Sunday. If you reached till here, thank you so much for watching this video. I'm so happy that you took your time and effort to watch this video. So for more such videos, comment down below, and if you want me to do some videos, you can also comment that. So until I see you in the next video, bye bye.